ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗൗരി എഴുതിയിരിക്കുന്ന ഒരു മെയിൽ വായിക്കാം. ഹായ് മാഡം, എൻ്റെ പേര് ഗൗരി. യഥാർത്ഥ പേരല്ല. ഇപ്പോൾ 25 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷവും 3 മാസവും എൻ്റെ ഹസ്ബൻഡിന് സർവീസിലാണ് ജോലി. പുള്ളിക്കാരൻ ഇവിടെയല്ല, ഹിമാചൽ പ്രദേശ് ഭാഗത്താണ്. എനിക്ക് അവിടുത്തെ കാലാവസ്ഥ ഇഷ്ടമല്ല. അവിടെ പോയി ഞാൻ കൂടെ നിന്നതാണ്. സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്ന് ഭർത്താവിന് വീട്ടിൽ താമസിക്കുകയാണ്. ഇവിടെ അമ്മായിമ്മയും അമ്മായിപ്പനുമുണ്ട്. അമ്മായിച്ചൻ ഒരു കട നടത്തുകയാണ്. പുള്ളി രാവിലെ പോകും, ഏകദേശം ഒരു 5:30 ആകുമ്പോഴേക്കും പോകും. പിന്നീട് 11 മണിയാകും വരാൻ. അമ്മായിമ്മ ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് പോകും. അങ്ങനെ എന്ത് ജോലിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മായിമ്മയുടെ ആങ്ങളയ്ക്ക് ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനമുണ്ട്. അവിടെ ക്യാഷറായിട്ട് ആളില്ലാത്തപ്പോൾ അമ്മായിമ്മയാണ് പോകാറുള്ളത്. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ അവർ ബിസി ആയിരിക്കും, ചില ദിവസങ്ങളിൽ വീട്ടിലുണ്ടായിരിക്കും. വീട്ടിലുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും. ജോലിക്ക് പോകുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വെച്ച് കഴിക്കണം. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അമ്മായിച്ചനും അമ്മായിമ്മയ്ക്കും ഞാൻ വെച്ച് വെക്കുന്നത് ഇഷ്ടമല്ല. എന്നോട് സ്നേഹക്കുറവൊന്നുമില്ലെങ്കിലും എനിക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയും. എടി, കുറച്ചുകൂടി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കണമെന്നും. എനിക്കാണെങ്കിൽ ഇതൊക്കെ പണ്ടേ ബോറാണ്. പിന്നെ അമ്മായിമ്മയ്ക്ക് അടുക്കളയോട് ചേർന്ന് ഒരു കൃഷിത്തോട്ടമുണ്ട്. കൂടുതൽ പയറ്, പാവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ ഇതൊക്കെയാണ് ഉള്ളത്. അതൊക്കെ അവർ നന്നായി നട്ട് നനച്ച് വളർത്തും. അമ്മായിമ്മ എന്ത് വെച്ചാലും നന്നായിട്ടുണ്ടാകും. പക്ഷേ ഒരു കാര്യമുണ്ട്, വീട്ടിലുള്ള പച്ചക്കറികളാണ് കൂടുതൽ ഉപയോഗിക്കുക. അതുകൊണ്ട് വെണ്ടയ്ക്കയും പാവയ്ക്കയും ഒക്കെ കൂട്ടി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിച്ച് തുടങ്ങി. ബാക്കി മീനും ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും പച്ചക്കറി വെക്കുമ്പോഴില്ലേ മാഡം, അത് ആ വീട്ടിൽ തന്നെ പച്ചക്കറി വെക്കണം നിർബന്ധം പിടിച്ചാൽ എന്താ ചെയ്യുക? കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ എന്തോ മരുന്നടിച്ചതാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് ഓരോന്ന് പറയും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുറത്തുനിന്ന് പോയി മേടിക്കുക? ഉള്ളത് വെച്ച് എന്നും ഓരോ കറികൾ മാറി മാറി ചെയ്യും. അതെനിക്ക് ഭയങ്കര ബോറാണ്. ഈ വീടിന് തൊട്ട് മതിലിനോട് ചേർന്ന് വേറൊരു കുടുംബമുണ്ട്. ശരിക്കും അമ്മായിമ്മയുടെ ഒരു ബന്ധുക്കാരിയാണ്. പക്ഷേ അവരോട് അമ്മായിമ്മ അത്ര നല്ല രസത്തിലല്ല, മിണ്ടാറില്ല. എന്നോട് പറഞ്ഞു, അവളോട് അധികം സംസാരിക്കരുത്, അവളുടെ സ്വഭാവം ശരിയല്ല. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? നീ കണ്ടില്ലേ, 40 വയസ്സായിട്ടും 20കാരുടെ ലുക്കാണ് അവൾക്ക്. അതിന് അമ്മയ്ക്ക് എന്താ പ്രശ്നം? എടി, അവളുടെ സ്വഭാവം ഒട്ടും ശരിയല്ല. അവളുടെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നീയും അങ്ങനെയാകും. അമ്മ എന്തായി പറഞ്ഞത്? എടി, അവൾക്ക് 2 ആമക്കളുണ്ട്. ആ പിള്ളേർ രണ്ടും ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഭർത്താവ് വേറൊരു ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ ആരാമ അമ്മയുടെ ബന്ധു? ഭർത്താവാണോ ഇവരാണോ? ഇവളാണ് എൻ്റെ ഒരു അകന്ന ബന്ധു. ഇവള് ഭർത്താവ് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ചുമ്മാ അങ്ങ് ഇറങ്ങി അങ്ങ് പോവുകയാണ്. പിന്നെ രാത്രിയായി കഴിയുമ്പോഴേക്കും അവളുടെ വീട്ടിൽ പലരും വന്നു പോകുന്നു. അത് ഞാനും കണ്ടിട്ടുണ്ട്. നാട്ടുകാരെല്ലാം പറയാറുണ്ട്, അമ്മേ, അവർക്ക് ഇഷ്ടമുള്ളവർ വന്നിട്ട് പോട്ടെ, നമുക്കെന്താ എന്ന് വെച്ചിട്ട് നമ്മളെന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത്? ഓ, ദേഷ്യമൊന്നുമല്ല. ഇത്തരം സ്വഭാവമുള്ള പെണ്ണുങ്ങൾ അടുത്ത വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ തീയാണ്. അതെന്താ അമ്മയുടെ നെഞ്ചിൽ തീ? എടി, ഇവിടെ പ്രായപൂർത്തിയായ ഒരു ചെറുക്കനുണ്ടായപ്പോൾ തൊട്ട് എനിക്ക് പേടിയാണ്. ഇവളാണെങ്കിൽ ഒറ്റ കണ്ണ് മതി, അതിനു മുമ്പ് ചെക്കനെ വളച്ചെടുക്കും. അതുകൊണ്ട് അവളുമായി സംസാരിക്കരുതെന്ന് ഞാൻ വാൺ ചെയ്തിരുന്നു. അത് കൊള്ളാമേ. സാധാരണ പെൺകുട്ടികൾ വളർന്നു വരുമ്പോഴാണ് എല്ലാവരും ഭയപ്പെടുന്നത്. ഓ, ഇവിടുത്തെ മോളെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ചെക്കനെയായിരുന്നു എനിക്ക് പേടി. ഇവള് കൈയും കാലും കണ്ണും കാണിച്ച് വളച്ചെടുക്കുമോ എന്നങ്ങ് പേടിയായിരുന്നു. എന്തായാലും എൻ്റെ മോൻ ഞാൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് ഈ വീട്ടിലിരുന്നു. അതുകൊണ്ടെന്താ, നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി. ഇപ്പം അവൻ എവിടെയോ ദൂരദേശത്ത് പോയി കഷ്ടപ്പെടുകയും ചെയ്യുന്നു. അല്ലായിരുന്നെങ്കിൽ ഇവളില്ലേ അവനെ ചീത്തയാക്കിയനി. അതെന്താ അമ്മേ എല്ലാവരെയും അവരങ്ങ് ചീത്തയാക്കുന്നത്? ഈ ലോകത്തുള്ള മുഴുവൻ പേരെ ഇഷ്ടപ്പെടാൻ ആർക്കെങ്കിലും കഴിയുമോ? നിന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ല. നിനക്കൊന്നും മനസ്സിലാകില്ല. നീ ഒരു ഭൂലോക പൊട്ടിയാണ്. അവളുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ ചോരയും നീരുമുള്ള ആണുങ്ങളെല്ലാം അപ്പോഴേ ഫ്ലാറ്റാകും. അവൾ ഒറ്റ ചിരി ചിരിച്ചാൽ മതി, അപ്പോഴേ അവർ വീഴും. അമ്മ യക്ഷിക്കഥയൊക്കെ പറഞ്ഞ പോലെ ചുമ്മാ അവരെക്കുറിച്ച് മുകളിലേക്ക് പറത്തി വിടുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. യഥാർത്ഥത്തിൽ അവരത്ര വലിയ സുന്ദരിയൊന്നുമല്ല, കൊള്ളാം കാണാൻ, അത്രയേ ഉള്ളൂ. പിന്നെ ചെറുപ്പമാണെന്ന് തോന്നുന്നു. അവർക്ക് 40 വയസ്സുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ശരിയാ ഒരു 10-30 വയസ്സ് പറയും. അത്രയല്ലാതെ ഈ പറയുന്ന രീതിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിന്നെ ഇനി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല. എടി, ഈ സൗന്ദര്യമൊക്കെ ആണുങ്ങൾക്ക് മാലാഖ പോലെയാണ്. പിന്നെ അവൾക്ക് പണ്ടേ ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. എങ്ങനെയുള്ള അസുഖം? എടി പെണ്ണെ, അവൾക്ക് അടക്കാൻ വയ്യാത്ത എന്തോ പ്രശ്നങ്ങളാണ്. അവൾക്ക് ഡെയിലി ഭർത്താവില്ലെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ കൂട്ട് വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു സാധു സ്ത്രീയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവരിപ്പോൾ വലിയൊരു കഥയിലെ നായികയെ പോലെയാണല്ലോ അമ്മ പറഞ്ഞത്. നിനക്കിതൊന്നും അറിയില്ല. നാട്ടിലിറങ്ങി നീ ഒന്ന് അന്വേഷിക്കുക. അവളുടെ ദൃഷ്ടി ആണുങ്ങളുടെ മേലും പെണ്ണുങ്ങളുടെ മേലും പതിയരുത്. പതിഞ്ഞ പോയി. അമ്മേ, ഞാൻ അവരോട് മിണ്ടാൻ പോകുന്നില്ല. പോരെ, എനിക്ക് ഈ കഥ കേട്ട് മടുത്തു.
പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നാണല്ലോ. അതുകൊണ്ട് അമ്മായിമ്മ പറഞ്ഞതുപോലെ ഞാനും കേട്ടു. അവരോടധികം മിണ്ടാനൊന്നും പോയില്ല. പക്ഷെ പിന്നീട് അമ്മായിമ്മ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോകുമ്പോൾ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അവരോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ കുശലങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ വരികയും ചെയ്യും. ചില സമയത്ത് നല്ല പാവയ്ക്ക, വെണ്ടയ്ക്ക ഒക്കെ ഞാൻ പറിച്ച് അവർക്ക് കൊടുക്കുകയും ചെയ്യും. അമ്മായിമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് മാനേജ് ചെയ്യും. അവരും എന്നോട് നാട്ടിലെ വർത്തമാനങ്ങളും അപ്പുറത്തെ വീട്ടിൽ ആരാ താമസിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി, എൻ്റെ അമ്മായിമ്മയ്ക്ക് ചേച്ചി ഒട്ടും ഇഷ്ടമല്ല. ഇവിടെയുള്ള ആർക്കും എന്നെ ഇഷ്ടമല്ല മോളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി വഴി തെറ്റിയാണ് നടക്കുന്നതെന്നും രാത്രി കാലങ്ങളിൽ അവിടെയൊന്നും ആരോ വന്നിട്ട് പോകുന്നതെന്നൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞതെന്നാണ് അമ്മായിമ്മ പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ പൊട്ടിച്ചിരിച്ചു. രാത്രി കാലങ്ങളിൽ മാത്രമല്ല മോളെ, പകൽ ആളുകൾ വരാറുണ്ട്. എൻ്റെ വീട്, എൻ്റെ ഇഷ്ടം, എൻ്റെ വീട്ടിലെ ആളുകൾ വരും പോകും. അതിന് ഇവർക്കെന്താ? എന്നാലും ചേച്ചി, അതൊക്കെ വിവാഹം കഴിച്ച് താമസിക്കുന്ന ഒരു സ്ത്രീക്ക് പറ്റിയ കാര്യമാണോ? അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നീ എന്താണ് കേട്ടതെന്ന് എന്നോട് വിശദമായി പറയാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മായിമ്മ എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് പണ്ടേ ഇത്തിരി സൂക്കേട് കൂടുതലാണ്, അങ്ങനെയാണ്, അടക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ആണുങ്ങൾ വന്നിട്ട് പോകുന്നതെന്ന്. അപ്പം ചേച്ചി പറഞ്ഞു, എന്തായാലും നിൻ്റെ അമ്മായിമ്മ പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്, അത് തന്നെയാണ്. അതിപ്പോൾ എൻ്റെ ഭർത്താവിന് കുഴപ്പമില്ല, പിന്നെ ആർക്കാ കുഴപ്പം? എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ആളുകളെ വീട്ടിലേക്ക് വിളിക്കുന്നു. അവർ വരുന്നു, അവർ പോകുന്നു. എൻ്റെ ഭർത്താവിനോ എൻ്റെ മക്കൾക്കോ ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെ ഞാൻ എന്തിനാടി ആളുകളെ ശ്രദ്ധിക്കുന്നത്? എന്നാലും എൻ്റെ ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ? അത് പറഞ്ഞാൽ എനിക്കും അറിയില്ല മോളെ. കാര്യം പണ്ട് തൊട്ട് ഞാനിങ്ങനെയാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എനിക്ക് പല രീതിയിലുമുള്ള വഴിതെറ്റിലും ഉണ്ടായിരുന്നു. വീട്ടുകാർ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെയും എത്തില്ല ഇവിടെയും എത്തില്ല എന്ന സ്ഥിതിയിലായിരുന്നു മോളെ. എന്തായാലും എൻ്റെ അസുഖത്തിന് ഒരു മരുന്നില്ല. ഞാൻ ഭർത്താവിനോട് ആദ്യമൊന്നും പറഞ്ഞില്ല. ഉള്ളതുകൊണ്ട് ജീവിക്കാൻ നോക്കി. പക്ഷേ കുറച്ച് നാളൊക്കെ പിടിച്ചു നിൽക്കാനേ എനിക്ക് പറ്റിയുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തനി നിറം പുറത്തു വന്നു. ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരൻ സ്ഥിരമായി വീട്ടിൽ വരുമായിരുന്നു. അയാളുമായി ഞാൻ ഒത്തിരി അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ ഇരിക്കപ്പുറതിയില്ലാതായി. അടുപ്പം ഉറപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തു. ഭർത്താവ് കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ഈ ബന്ധം വേർപെടുത്താമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷമാണ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, ശരി, അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നീ നിൻ്റെ ഇഷ്ടത്തിന് നടന്നോളൂ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നോളാം എന്ന് പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അത് കഴിഞ്ഞതിൽ പിന്നെ ഇത്രയും നാളായിട്ടും വഴക്കം വെക്കാനോ ഒന്നുമില്ല. സന്തോഷകരമായി പോകുന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു ഞാൻ അന്വേഷിക്കാറില്ല. ഞാൻ എന്ത് ചെയ്യുന്നു പുള്ളി നോക്കാറുമില്ല. പിന്നെ കുട്ടികളുടെ കാര്യമൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. ഇങ്ങനെയാണ് വർഷങ്ങളായി ഞങ്ങൾ ജീവിക്കുന്നത്. അതിൽ ചില ആൾക്കാർക്ക് പുതുമ തോന്നിയേക്കാം, അല്ലെങ്കിൽ ഞാൻ ശരിയല്ലെന്ന് തോന്നിയേക്കാം. ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മോളെ, നിൻ്റെ അമ്മായിമ്മ പറഞ്ഞത് കറക്റ്റാണ്. എനിക്കങ്ങനെ സ്വഭാവമുണ്ട് എന്ന് വെച്ചിട്ട് മോളോടോ അല്ലെ അമ്മായിമ്മയോടോ ആരോടും വന്ന് എൻ്റെ കൂടെ തിരുവാതിരയ്ക്ക് ചേർന്ന് സ്റ്റെപ്പ് പഠിക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ജീവിക്കാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നോക്കണമെന്ന് ആരോടും പറയുന്നില്ല. ഇതാണ് കഥ. ഇനി മോൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നോട് മിണ്ടുകയോ മിണ്ടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. മോളെ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞങ്ങ് പോയി. അപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു മനസ്താപം തോന്നി. യോ, ഞാൻ ചെയ്തത് തെറ്റാണോ? അവരോട് ഇത്രയൊന്നും പറയണ്ടായിരുന്നു എന്ന്. പക്ഷേ ഞാൻ അവരെ കളിയാക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ. എങ്കിലും അവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവർക്ക് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് അവർ ട്രൈ ചെയ്യുന്നു. പോകുന്നവരെ കുറ്റം പറയണമല്ലോ, അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? രണ്ട് കൈയും കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദം കേൾക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് ഇഷ്ടമാണ് തോന്നിയത്. ഉള്ളത് പറയുന്ന ഒരാളെ എങ്ങനെയാണ് മാഡം ഇഷ്ടപ്പെടാതിരിക്കുക? അതുകൊണ്ട് തന്നെ അമ്മായിമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ ചേച്ചിയെ ഷൂ ഷൂ എന്ന് വിളിക്കും. എന്നിട്ട് ഞങ്ങൾ മതിലിൻ്റെ അവിടെ നിന്ന് ആവോളം പരദൂഷണവും ഗോസിപ്പും ഒക്കെ പറയും. അതെനിക്ക് ഒത്തിരി റിലാക്സേഷൻ ആയിരുന്നു. ഭർത്താവ് വല്ലപ്പോഴാണ് വിളിക്കുന്നത്. അമ്മായിമ്മയോടും അമ്മായിപ്പനോടും എന്ത് സംസാരിക്കാനാണ്? ചേച്ചിയാണെങ്കിൽ നാട്ടിലുള്ള കാര്യങ്ങളും ചേച്ചിയുടെ കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ വിസ്തരിച്ചങ്ങ് പറയും. അത് കേൾക്കാൻ എനിക്കും ഇഷ്ടമാണ്. പിന്നെ ചേച്ചി പകൽ സമയത്ത് അത്ര വലിയ ബിസിയൊന്നുമില്ല, രാത്രിയിലാണ് ബിസിയെന്ന് ചേച്ചി തന്നെ സമ്മതിച്ചു. അപ്പോൾ പിന്നെ എനിക്കെന്താ പ്രശ്നം? ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അടിയൊഴുക്കായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ഒരു 10 മണിയായപ്പോഴേക്കും അവിടെ തൊടിയിൽ നിന്ന് പാകമായ കുറേ വഴുതനങ്ങൾ മുറിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ അമ്മായിമ്മേനോട് രാവിലെ പറഞ്ഞിട്ടാണ് പോയത്. 11:30 ആകുമ്പോഴേക്കും അമ്മായിമ്മയുടെ ഒരു ഫ്രണ്ട് വരും. അവർക്ക് കുറേ വഴുതനങ്ങൾ കൊടുക്കണം, അവരുടെ കടയിൽ വെക്കാനാണ്. ഇവിടെ ഒത്തിരി കൂടുതലുണ്ടാകുന്നുണ്ട്.
ഞാൻ ഇതൊക്കെ സംഭരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ചേച്ചി മതിലിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കിയത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ മോളെ ഇത്രയും വഴുതനങ്ങ ഒരു ദിവസം പറക്കരുത്, ഒരെണ്ണം ഒരു ദിവസം, അതായിരിക്കും നിനക്ക് നല്ലതെന്ന്. ഞാൻ ചോദിച്ചാൽ അത് ചേച്ചി ഒരു വഴുതനങ്ങ കൊണ്ട് എങ്ങനെ ഒരു ദിവസം കറി വെക്കുന്നേ, മിനിമം 3-4 വേണ്ടേ? അപ്പം ചേച്ചി പറഞ്ഞു, കറി വെക്കുന്ന കാര്യമല്ലടി ഞാൻ പറഞ്ഞത്. പിന്നെന്തിനാ? അപ്പം ചേച്ചി പറഞ്ഞു, ഓ ഭർത്താവ് അടുത്തില്ലാത്ത പെണ്ണിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യം മനസ്സിലാകുന്നില്ലല്ലോ. അത് പോട്ടെ, നീ നിന്റെ ഭർത്താവും കൂടെ എങ്ങനെയാ? ഞങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ല. ആ അത് പോട്ടെ, ഇതിൽ ഏറ്റവും വലിയ വഴുതനങ്ങ ഏതാ? ഞാനിപ്പോൾ ഒരെണ്ണെടുത്ത് കാണിച്ചു. ആ ഇതാണോ അല്ലെങ്കിൽ ഇതാണോ, ഏതാണ് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ഉദ്ദേശിക്കുന്നത്? ചേച്ചി എനിക്ക് പറഞ്ഞത് ഒന്നും മനസ്സിലാകുന്നില്ല. എടീ, എന്തായാലും സ്വന്തം ഭർത്താവിനെ ഓർത്ത് ഭാര്യ വീട്ടിൽ തനിയെ ഇരിക്കുമ്പോഴേക്കും പലതും നമുക്ക് തോന്നും എന്ന് വെച്ചിട്ട് പാവം വഴുതനങ്ങ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഒന്ന് പോ ചേച്ചി, ഇതേ അമ്മായിമ്മയുടെ ഒരു ഫ്രണ്ട് വരും, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നേക്കാൾ കൂടുതൽ ചേച്ചിക്കാണ് ഇത് ഉപകാരപ്പെടുക. ദേ നല്ല ഒരെണ്ണമുണ്ട്, തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ആ ചില സമയത്ത് ഇതൊരു ഉപകാരമാണ്. അയ്യോ അതെന്താ ചേച്ചി? അല്ല, യഥാർത്ഥത്തിൽ നമുക്ക് ചില കാര്യങ്ങളില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്തെങ്കിലും വേണ്ടേ മോളെ എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ ചിരിപ്പിച്ചു. ഞാനാണെങ്കിൽ ഹോസ്റ്റലൊന്നും നിന്നിട്ടില്ല, പക്ഷേ ഹോസ്റ്റൽ കഥകളിൽ ഞാനിതൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് വലിയ താല്പര്യവുമില്ല, അല്ലെങ്കിൽ എനിക്ക് പേടിയുമാണ്. അതുകൊണ്ട് ഞാനത് ആസ്വദിച്ചിരിച്ചു. അപ്പോഴാണ് പുറകിൽ നിന്ന് ഒരു വിളി കേട്ടത്. അമ്മായിമ്മയുടെ കൂട്ടുകാരിയാണ്. അവർ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ ഈ സമയത്ത് അവർ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ എന്താ ആൻറ്റി നേരത്തെ? ആ മോളെല്ലാം പറിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ. എന്നാൽ പെട്ടെന്നതാ, അവിടെ ആവശ്യമുണ്ട്, ഞാൻ ഈ വഴിക്കൊന്ന് പോയപ്പോൾ കയറിയതാണ്, വൈകിട്ട് വരാനാണ് വിചാരിച്ചത്, ഇപ്പോൾ വന്നു വാങ്ങിക്കാൻ എന്ന് പറഞ്ഞു. എന്തായാലും ആ സമയത്ത് നീ പറിച്ചു കൊടുക്കുമോളെ, പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്തു. എന്തായാലും എൻ്റെ അമ്മായിമ്മയുടെ കൂട്ടുകാരി വഴുതനങ്ങ കൊണ്ടങ്ങ് പോയി. പക്ഷേ വൈകിട്ട് അമ്മായിമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും കഥകളൊക്കെ മാറി പറഞ്ഞു. വന്ന പാടെ അവൻ എന്നോട് ചോദിച്ചു, എടീ നിനക്ക് നാണമില്ലേ? നിന്നോട് ഞാൻ വാൺ ചെയ്തല്ലേ അവളോട് മിണ്ടരുതെന്ന്, എന്നിട്ട് ഇവിടെ നിന്ന് എന്തൊക്കെ വൃത്തികേടുകളാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത്? അവൾ നിന്നെ മാറ്റിയെടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എന്താ പറഞ്ഞത്? എടീ നീ അവളും കൂടെ ഇവിടെ വഴുതനങ്ങയുടെ കാര്യം സംസാരിക്കുന്നത് എൻ്റെ കൂട്ടുകാരി കേട്ടു. എന്താടി ഇത്? ഈ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല. ഭർത്താവ് ഇവിടെ ഇല്ലെങ്കിൽ ഇത് മതിയെന്ന് അവൾ പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ ആ കൂടി ചമ്മിപ്പോയി. ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അവർ സംസാരിച്ചത്. പക്ഷേ മറ്റേ ആൻറ്റി ഇതൊക്കെ കേൾക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരു തമാശയായിരുന്നല്ലോ. 2 മുതിർന്ന പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങനെ എന്തൊക്കെ തമാശകൾ പറയും, ആണുങ്ങൾ പറയില്ലേ മാഡം? ഞാൻ ഇത്രയും നിസ്സാര കാര്യമേ പറഞ്ഞുള്ളൂ. അതാണ് ലോകം അവസാനിക്കുന്ന വിഷയം എന്നുള്ള മട്ടിൽ അമ്മായിമ്മ സംസാരിക്കുന്നത്. എടീ നീ ഇത്തരക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മുതിർന്നവർ പറഞ്ഞത് ഇത്രയെങ്കിലും നീ കേൾക്കണം. ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കുമോ? നീയും അവളുടെ അതേ സ്വഭാവക്കാരിയാണെന്നൊക്കെ പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ അമ്മായിമ്മയും ഞാനും കൂടെ അന്ന് അവളുടെ പേര് പറഞ്ഞ് മുട്ടൻ വഴക്കായി. ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞെങ്കിൽ ഞാൻ കേട്ടു, അത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊരു മറുപടി പറയാനില്ല. അതൊക്കെ ഒരു രസമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിമ്മ ഞാൻ വഴുതനങ്ങ അവർ പറഞ്ഞതനുസരിച്ചിട്ട് ദിവസവും ഉപയോഗിക്കാറുണ്ട് എന്നുള്ള മട്ടിൽ എന്നെ ആരോപിക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തമാശയായിട്ട് തോന്നുമെങ്കിലും അമ്മായിമ്മ ഇത് വലിയൊരു പ്രശ്നമാക്കി. എൻ്റെ ഭർത്താവിനെ വിളിച്ച് അമ്മായിമ്മ പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഈ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വിളിച്ചപ്പോഴേക്കും എനിക്ക് പുള്ളിയുടെ വായിൽ നിന്നും നല്ല വഴക്ക് കേട്ടു. സത്യം പറഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞത് എനിക്കും അടക്കാൻ വയ്യാത്ത എന്തോ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ആ സ്ത്രീയോട് ഞാൻ സംസാരിക്കുന്നതെന്ന്. കാര്യം അമ്മ മകനെ പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ ആ സ്ത്രീ ചീത്തയാണെന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴുതനങ്ങ പറിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഇങ്ങനെ ഒരു കഥ നടക്കുമെന്ന് മാഡത്തിന് സംശയം തോന്നാം, പക്ഷേ ഇത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഇനിമേലിൽ അവരോട് മിണ്ടരുതെന്ന് എൻ്റെ ഭർത്താവ് എന്നെ താക്കീത് ചെയ്തു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പ്രശ്നം സോൾവ് ആയത്. എങ്കിലും ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കി സംസാരിക്കും. ഇന്ന് നീ വഴുതനങ്ങ പറിച്ചോ, ഇന്ന് വെണ്ടയ്ക്കായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എനിക്കാണെങ്കിൽ ദേഷ്യം വരും. ഇത് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവും. ഭർത്താവ് അവസാനം ആരോപിച്ചത് ഭർത്താവിൻ്റെ കൂടെ ഞാൻ നിൽക്കാത്തത് കാലാവസ്ഥ ശരിയാകാത്തത് കൊണ്ടല്ല, എനിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, മറ്റേ സ്ത്രീയുടെ അതേ സ്വഭാവമുള്ള ആളാണ് ഞാനെന്നുമാണ് എൻ്റെ ഭർത്താവ് ആരോപിക്കുന്നത്. പിന്നീട് അപ്പുറത്തെ ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചി ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന്. ചേച്ചി പറഞ്ഞു, ദൈവമേ വെള്ളരിക്കപ്പെട്ടാണെന്ന് കേട്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും. ഇതെന്തൊക്കെയാടി ഇവരൊക്കെ ഇത്രയും ചെറിയ കാര്യത്തിൽ എന്താണ് ഇങ്ങനെ സെൻസിറ്റീവ് ആകുന്നത്?
ആടിൻ്റെ പേരിലും കോഴിയുടെ പേരിലുമൊക്കെ ഒരു കുടുംബം തന്നെ പിരിഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മോളെ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവർക്കൊക്കെ തലയ്ക്കെന്തോ പ്രശ്നങ്ങളുണ്ട്. നിന്റെ ഭർത്താവിനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ നിൽക്ക്, അല്ലാതെ ഇങ്ങനെയുള്ള സംശയരോഗികളോടൊക്കെ ഇനി നിൽക്കരുത്. നീ അവനെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് പറ്റിയൊരാളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എന്നെ ഉപദേശിച്ചു. പിന്നീട് ഭർത്താവ് വിളിക്കുമ്പോൾ ഞാൻ സ്ട്രിക്റ്റായിട്ട് പറയും, കഴിഞ്ഞ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാൻ നിൽക്കും, ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഭർത്താവ് കുറേ അടങ്ങി. അമ്മായിയമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ ചൊറിയാൻ വരുമായിരുന്നു. അവരോടും ഞാൻ പറഞ്ഞു ഞാൻ ബന്ധം ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന്. അങ്ങനെയാണ് രണ്ടുപേരെ ഞാൻ നിലയ്ക്ക് നിർത്തിയത്. ചേച്ചിയുമായിട്ട് മതിലിൻ്റെ അവിടെ നിന്ന് സംസാരിക്കുന്ന രീതി ഞാൻ അവസാനിപ്പിച്ചു. അതിനു പകരം ഫോൺ നമ്പർ കൈമാറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോൺ വിളിച്ച് ഓരോ കഥകളൊക്കെ പറയും. ചേച്ചിയുടെ കഥകളൊക്കെ കേൾക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവ് പെട്ടെന്ന് ഒരു ലീവിന് വന്നു. അപ്പോൾ ഒരു 25 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മാഡം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പഴയ കാര്യങ്ങളും കളിയാക്കലുകളും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴൊക്കെ എനിക്കെന്തോ ഒരു പ്രശ്നം തോന്നുകയായിരുന്നു. കാര്യം ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളിലൊന്നും ഒരു മുന്നേറ്റവുമില്ല. ചെറിയ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടാകാൻ തുടങ്ങി. പുള്ളി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ആദ്യം കല്യാണം കഴിച്ച സമയത്തെ പോലെയല്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ നിനക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാനും പറഞ്ഞു, ശരിയാണ്, എനിക്കെന്തോ മാറ്റം സംഭവിച്ച പോലെ തോന്നുന്നു, നിങ്ങൾക്കും മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത ബാക്കി പുള്ളി പറയുകയാണ്, മാറ്റങ്ങൾ സംഭവിച്ചത് നിനക്ക് മാത്രമാണ്, എനിക്ക് പഴയതുപോലെയാണ്. നീ ചേച്ചിയുടെ വാക്ക് കേട്ട് വഴുതനങ്ങക്കറിയല്ലേ ഉണ്ടാക്കിയത് എന്നുള്ള മട്ടിൽ പറഞ്ഞു മാഡം. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും പിന്നെയും മുട്ടൻ വഴക്കായി. എന്താ പറയേണ്ടത്, എങ്ങനെ പറഞ്ഞങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. വഴുതനങ്ങയുടെ അമിതമായ ഉപയോഗം മൂലം വികാസം പ്രാപിച്ച ഒരു പ്രപഞ്ചത്തിലേക്ക് അയാൾ എത്തി നോക്കിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പുള്ളി പറയുന്നത്. ഇതൊക്കെ കേട്ട് ശരിക്കും ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ഭർത്താവിനെ അമ്മായിമ്മ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വളർത്തിയിരിക്കുന്നത് ഒരു പ്രത്യേകതരം പാറ്റേണിലാണ്. അവർ മറ്റു സ്ത്രീകളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വേറെന്തൊക്കെയോ കഥകൾ മെനഞ്ഞു കൊടുത്ത് ഭർത്താവ് വല്ലാതെ മുൻവിധികളുമായി ജീവിക്കുന്ന ഒരാളാണ്. അങ്ങേരുമായി ഒത്തുചേരാൻ പറ്റുമോ, മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. വഴക്കുണ്ടാക്കിയപ്പോൾ അപ്പുറത്തെ ചേച്ചിയേക്കാൾ മോശമാണ് ഞാനെന്ന് വരെ അയാൾ പറഞ്ഞു മാഡം. പിന്നെ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? അങ്ങനെ ഞാൻ പിണങ്ങി എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ എന്നെ ഇവിടെ നിർത്താൻ മടിയാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കണം. അവസാനം ഭർത്താവുമായിട്ട് സന്ധി സംഭാഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി അങ്ങേരുമായി ചേർന്ന് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമായി. ഈ ബന്ധം മ്യൂച്വലി പിരിയാമെന്ന് ഭർത്താവ് പറഞ്ഞു. ഞാനും അങ്ങനെ പറഞ്ഞു. അമ്മായിമ്മയ്ക്കാണെങ്കിൽ എന്നെ പിരിച്ചേ മതിയാവൂ. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു ഇനി പിരിഞ്ഞേക്കാവെന്ന്. ഞാൻ ചേച്ചിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചേച്ചിയാണല്ലോ തമാശയ്ക്ക് ഇങ്ങനൊരു സംഭാഷണം തുടങ്ങിയത്. ചേച്ചി പറഞ്ഞു, എന്തൊക്കെയോ ഈ ലോകത്ത് കുഴപ്പങ്ങളുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കുഴപ്പങ്ങൾ ഇല്ലാത്തവരാണെന്ന് തോന്നുന്നു മോളെ. എന്നാലും ഇങ്ങനെ ബാലിശമായ കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരമ്മായിമ്മയും ഭർത്താവും നിൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ന് നിനക്ക് പ്രശ്നങ്ങളായിരിക്കും. ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം മോളെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. എടീ, നിനക്ക് വിദ്യാഭ്യാസമില്ലേ, നിനക്ക് ജോലി ചെയ്ത് ജീവിക്കരുതോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ചേച്ചി എവിടുന്നാ ജോലി കിട്ടുക? അപ്പോൾ ചേച്ചി പറഞ്ഞു, അതിനാന്നോ പാട്, നിനക്ക് എന്ത് ജോലിയാണ് വേണ്ടത്? നിന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് 10,000-25,000 രൂപ കിട്ടുന്ന ജോലി ചേച്ചി ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി എന്നെ വിളിച്ചു വരുത്തി ടൗണിൽ. ഞാൻ ചേച്ചിയെ കണ്ടു. ചേച്ചി എൻ്റെ കയ്യിൽ 30,000 രൂപ വെച്ച് തന്നു. നീ 2 മാസം ടൗണിൽ നിൽക്ക്, നിനക്ക് ഞാൻ ലേഡീസ് ഹോസ്റ്റൽ കാണിച്ചു തരാം. അവിടെ നിന്ന് നീ ഇവിടെ ഞാൻ പറയുന്ന ഇൻ്റർവ്യൂവിനൊക്കെ പോകൂ. എനിക്കറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. നീ ഓർക്കും എനിക്ക് എന്ത് വിളക്കം കയറി ആളുകൾ വീട്ടിൽ വരുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കണക്ഷനുണ്ട്, സൗഹൃദങ്ങളുണ്ട്, എനിക്കതിൽ ലാഭങ്ങളുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ശരിയല്ലായിരിക്കാം, പക്ഷേ എനിക്ക് ഒത്തിരി ഹോൾഡുണ്ട് മോളെ. നീ ഇനി കാണാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി പറഞ്ഞ് ആ ലേഡീസ് ഹോസ്റ്റലിൽ ഞാൻ നിന്ന് മാഡം. വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, എനിക്കെന്തായാലും ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാനേ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞ 2-3 സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി. അവസാനം 3ാമത്തെ സ്ഥലത്ത് നിന്ന് അപ്പോൾ തന്നെ എനിക്ക് അവർ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അടിച്ചു തന്നു. അവിടെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ 2 മാസമായി മാഡം. നല്ല സാലറിയും എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തോഷമായി ജീവിച്ചു പോകുന്നു.
ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവർ ഒന്നുകൂടി ഉറപ്പിച്ചു എൻ്റെ സ്വഭാവം ശരിയല്ലെന്ന്. എന്തായാലും ഞങ്ങൾ തമ്മിൽ ഉടനെ പിരിയും. ഞാൻ അദ്ദേഹത്തോട് കുറേ അധികം കാലം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ പുള്ളി പറയുന്നത് ഞാൻ ശരിയല്ല എന്ന് തന്നെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഭർത്താവായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ മാഡം? പിരിഞ്ഞ് ജീവിക്കുന്നതല്ലേ നല്ലത്. പക്ഷേ ഇതുവരെ നീ എൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങുമെന്ന് ചേച്ചി എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് ഇപ്പോഴും അവർ ധാരാളം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും എന്നെ ഒരു കാര്യത്തിലും നിർബന്ധിക്കുന്നില്ല. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പുരുഷന്മാരോട് ഒത്തിരി വെറുപ്പാണ് ഇപ്പോൾ തോന്നുന്നത്. തൽക്കാലം ആരെയും പ്രേമിക്കാനോ വിവാഹത്തിനോ ഒന്നും ഞാനില്ല മാഡം. എൻ്റെ മനസ്സ് മടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് ചേച്ചി എന്നോട് പറഞ്ഞത് സാരമില്ല, ഓൺലൈനിൽ നിന്ന് ഒരു സാധനം വരുത്തിത്തരാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി, അത് പണ്ടത്തെ വഴുതനങ്ങ കൃഷിയേക്കാൾ പ്രശ്നമാകുമെന്ന്. ചേച്ചി നിർബന്ധിച്ചു. ഒരു പ്രശ്നമില്ല, ആണുങ്ങളോടുള്ള വെറുപ്പൊക്കെ നിന്റെ ഉള്ളിൽ ഉറഞ്ഞ് ഘനീഭവിച്ച് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ഇത് ഉപകരിക്കുമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ചേച്ചി എന്നോട് പരീക്ഷിച്ച് നോക്കാൻ നിർബന്ധിച്ചു. അങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയത്. സത്യം പറയാം മാഡം, എൻ്റെ ദാമ്പത്യ ജീവിതത്തേക്കാൾ ഒത്തിരി ബെറ്ററാണ് എൻ്റെ അവസ്ഥ. എൻ്റെ വലിയൊരു മാനസികാവസ്ഥയിൽ നിന്ന് ഒരു യന്ത്രം എന്നെ രക്ഷപ്പെടുത്തിയെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചേച്ചി എന്നോട് പറഞ്ഞത് തൽക്കാലം നീ കണ്ടിന്യൂ ചെയ്തോളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റിലാകാൻ വേണ്ടിയിട്ട് കുറേ നാളെടുക്കും. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ യന്ത്രങ്ങളുടെ ഉപയോഗം കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ അഡിക്ഷൻ അതിലാണ്. പുരുഷന്മാരെ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതൊരു പ്രശ്നമായി മാറുമ്പോൾ മാഡം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഇനിയത്തെ കാലഘട്ടമൊക്കെ യന്ത്രങ്ങളുടെ കാലഘട്ടമായിരിക്കുമെന്ന്. ഇപ്പോൾ ദേ മനുഷ്യൻ്റെ ആവശ്യമില്ല പല കാര്യങ്ങൾക്കും. നിർമ്മിതമാണ് പലതും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതും റീപ്ലേസ് ചെയ്യാവുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നെത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും എന്ന് തോന്നുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നാമെങ്കിലും ചെറിയ കാര്യങ്ങൾ മനുഷ്യൻ്റെ വളരെ സെൻസിറ്റീവായുള്ള മനസ്സിനെ പ്രകോപിപ്പിക്കും. കാര്യം ചില സദാചാരവാദികൾക്ക് അല്ലെങ്കിൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് വഴുതനങ്ങ വേണ്ട, ഒരു വെണ്ടയ്ക്കായോ തൂങ്ങിക്കിടക്കുന്ന ഒരു പടവലങ്ങ ആയാലും മതി, അവർക്കത് പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിരിക്കാൻ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വാചകങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ചില മനുഷ്യർക്ക് നമ്മളെപ്പറ്റി ബാഡഭിപ്രായങ്ങൾ ഉണ്ടാകാനും ഇതേപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒത്തിരി കാരണമാകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭാര്യയ്ക്കും ഭർത്താവിനുമൊക്കെ ഒരു കൗൺസിലിംഗ് കിട്ടേണ്ട ആവശ്യമാണ്. അതിനാണ് നിങ്ങൾ ആദ്യം പോകേണ്ടത്. കാര്യം നിങ്ങളിരുന്ന് ഈ ബാലിശമായൊരു കാര്യം ആരോ എന്തോ പറഞ്ഞു, വേറൊരു സ്ത്രീ അങ്ങനെ പറഞ്ഞു, അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വ്യക്തിത്വം വേറെയാണ്. അവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അവർ ആവശ്യമുള്ളതുപോലെ പെരുമാറുന്നല്ലാതെ അവരാരെയും ചീത്തയാക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ നിസ്സാര പ്രശ്നം ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൗരവമായി സംസാരിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പോയി ഇരുന്ന് സംസാരിച്ചൊരു കൗൺസിലറെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ചർച്ച ചെയ്താൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതിന് മാത്രം പ്രശ്നങ്ങൾ ഇതിലില്ല. പക്ഷേ പറഞ്ഞതുപോലെ ചില സ്ത്രീകൾ, പഴഞ്ചൻ മെൻറ്റാലിറ്റിയുള്ള സ്ത്രീകൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കുമ്പോഴേക്കും അവിടെ ഈഗോയാണ് വർക്ക് ചെയ്യുക, അല്ലാതെ ഒരിക്കലും അറിവുകളല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ മനുഷ്യന് പകരമാകില്ല ഒരിക്കലും യന്ത്രങ്ങളും. അതും ഒരു അഡിക്ഷൻ തന്നെയാണ്. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട്. ഇതിങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഫാമിലി കൗൺസിലിംഗ് എടുക്കാൻ പറ്റുമെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് പുനർവിചിന്തനം ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അതാണ് നല്ല വഴിയെന്ന് തോന്നുന്നു. എനിക്കതാണ് ഉപദേശിക്കാനുള്ളത്. ഇത്രയും ബാലിശമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അത്ഭുതം തോന്നാം, തമാശ തോന്നാം. എന്നാലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പിരിയുന്നൊരവസ്ഥ എല്ലായിടത്തും എപ്പോഴുമുണ്ട്. അത്തരം അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ അറിവ് വർക്കൗട്ട് ചെയ്യുക, അതിനു വേണ്ട ശാസ്ത്രീയമായ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് എടുത്തു ചാടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാതെ നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ കാര്യത്തിലും അത് കറക്റ്റാണ്. അങ്ങനെയല്ല അത് മാനേജ് ചെയ്യേണ്ടത്.